നിഖിൽ, ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ പരസ്യത്തിന് അനുമതി നൽകേണ്ട ഏജൻസി അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ തന്നെ ഒരു പരാതിയുണ്ട്. UDFന്റെ പരാതി മുന്നിലുണ്ട്. അടിയന്തര നടപടികൾ ഉണ്ടാകുമോ? ഈ പരസ്യം ഇനിയും നാളെയും കൂടുതൽ പത്രങ്ങളിലേക്ക് വരാനൊക്കെയുള്ള സാധ്യതയുണ്ടാവുമല്ലോ. ഇന്ന് MP രാജേഷ് തന്നെ പറഞ്ഞത് ഞങ്ങൾ 2 പത്രത്തിലല്ല കൂടുതൽ പത്രങ്ങളിൽ കൊടുത്തുവരുന്നു എന്നാണ് പറയുന്നത്. ഷാഫി പറമ്പിൽ പറയുന്നത് ഹിന്ദുവിൽ വന്ന പരസ്യത്തിന്റെ കണ്ടന്റ് വേറെയാണ്. അതിൽ പറയുന്ന കാര്യമല്ല ഇപ്പോൾ ഈ സിറാജിലും സുപ്രഭാതത്തിലും നൽകിയിരിക്കുന്ന പരസ്യത്തിൽ പറയുന്നതെന്നാണ്. ഗോകുൽ, അതിന്റെ പ്രശ്നം ഇന്നിപ്പോൾ മിക്ക മലയാള പത്രങ്ങളിലും 3 സ്ഥാനാർത്ഥികളുടെയും പരസ്യങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെയും C കൃഷ്ണകുമാറിന്റെയും ഡോക്ടർ P സരിന്റെയും പരസ്യങ്ങൾ വിവിധ പത്രങ്ങളിലുണ്ട്. അത് രാഹുലിന്റെ ആണെങ്കിൽ എല്ലാ പത്രത്തിലുമുണ്ട്. ജന്മഭൂമിയും ദേശാഭിമാനിയും ഒഴികെയുള്ള മിക്ക മലയാള പത്രങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരസ്യമുണ്ട്. പക്ഷെ രാഹുൽ അനുമതി വാങ്ങിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു രേഖ നമുക്ക് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. അത് സ്ക്രീനിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ഇതിന്റെ നടപടി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ വിശദീകരിച്ചത് തന്നെയാണ്. MC സെല്ലിന്റെ മുന്നിലാണ് ആദ്യം ഒരു സ്ഥാനാർത്ഥിയുടെ പരസ്യം ഈ ദിവസങ്ങളിൽ, അതായത് കൊട്ടിക്കലാശം കഴിഞ്ഞതിന് ശേഷമുള്ള ഈ ദിവസങ്ങളിൽ നൽകുന്നുണ്ടെങ്കിൽ അത് സമർപ്പിക്കേണ്ടത്. എങ്ങനെയാണ് ആ പരസ്യത്തിന്റെ ഔട്ട്ലൈൻ എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു കോപ്പി ഈ MC സെല്ലിന് നൽകണം. അവരിത് പരിശോധിച്ച് അത് ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസറാണ് അത് പരിശോധിക്കുക. തുടർന്ന് അവർ ജില്ലാ കളക്ടർക്ക് അത് കൈമാറുന്നു. ജില്ലാ കളക്ടറാണ് അന്തിമമായിട്ടുള്ള അനുമതി നൽകേണ്ടത്. എന്നാൽ അത്തരമൊരു സാഹചര്യം ഈ പരസ്യത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരമൊരു നടപടി, അതായത് ഈ ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസറുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു പരസ്യം എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമായി കണക്കാക്കപ്പെടും. എന്താണ് ഇതിന്റെ തുടർ നടപടി എന്നുള്ളത്, കോൺഗ്രസ് നൽകിയിട്ടുള്ള പരാതിയിന്മേൽ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി കാണേണ്ടത്. ഗോകുൽ, ഈ 2 പത്രത്തിൽ മാത്രം പരസ്യം കൊടുത്തതിനെയാണ് ഈ ആദ്യഘട്ടത്തിൽ UDF ചോദ്യം ചെയ്തത്. അതൊരു വർഗീയ ദുഷ്ടലാക്കോട് കൂടിയുള്ള പരസ്യ നീക്കമാണ്. അത് വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടിന് സമാനമാണ് ഈ പരസ്യം. അവസാന നിമിഷത്തിൽ ഈ നിശബ്ദ പ്രചാരണ ദിനത്തിൽ ഇങ്ങനെയൊരു പരസ്യം പ്രത്യക്ഷപ്പെട്ടത്, അതും CPIM ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായെന്ന് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ ചൊടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അടക്കം പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതും. അപ്പോൾ ഇതിനപ്പുറത്തേക്ക്, ഈ പരസ്യത്തിന്റെ ഉള്ളടക്കത്തിനപ്പുറത്തേക്ക് ഇത് പ്രസിദ്ധീകരിച്ച രീതിയിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. അതിൽ പോലും അനുമതി വാങ്ങിയില്ല എന്നത് കൂടുതൽ ഗുരുതരമായ പ്രശ്നമായി അവതരിപ്പിക്കും UDF. അത്തരത്തിലുള്ള നടപടികളിലേക്കും പോകില്ലേ? തീർച്ചയായിട്ടും. ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് അനുമതി കൊടുത്തത് എന്നായിരുന്നു ആ ഘട്ടത്തിൽ ചോദിച്ചിരുന്നത്. അന്ന് അപ്പോൾ ഈ വാർത്ത പുറത്തു വന്നിരുന്നില്ല, അതായത് അനുമതി വാങ്ങിയിരുന്നില്ല എന്നുള്ള വിവരം ആ ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതുകൂടി പുറത്തു വരികയാണ്. അതായത് ഈ പരസ്യത്തിന് അനുമതി വാങ്ങിയിരുന്നില്ല എന്നുള്ള കാര്യം കൂടി പുറത്തു വരുമ്പോൾ അത് ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട അനുമതി നൽകേണ്ടുന്ന ഔദ്യോഗിക വൃത്തങ്ങളുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതും ഇത് തന്നെയാണ്. എന്തായാലും ആ പരസ്യത്തിന് അനുമതി നൽകാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയില്ലായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇത് പരസ്യ പ്രചരണമില്ലാത്ത, ഇത് ഒരു കാരണവശാലും പൂർണ്ണമായി ഇന്നലെ കൊട്ടിക്കലാശം കഴിയുന്നതോടുകൂടി ഇത് നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. ആ ഘട്ടത്തിൽ ഒരു കാരണവശാലും അനുമതി ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു പത്രപരസ്യമാണിത്. അതാണ് ഇപ്പോൾ അനുമതി ഇല്ലാതെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിന്റെ പേരിലാണ് വലിയ വിവാദം ഇന്നിപ്പോൾ മണ്ഡലത്തിൽ രൂപപ്പെട്ടിരിക്കുന്നതും. എന്തായാലും കോൺഗ്രസ് ഈ വിഷയത്തിൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അവർ അറിയിക്കുന്നത്. ഇതിനോടകം തന്നെ അവർ പരാതി നൽകിയിട്ടുണ്ട്. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് ഏത് തരത്തിലാണോ CPIM ഇംപ്ലിമെന്റ് ചെയ്തത് അതേ മാതൃകയിലാണ് ഇന്നിപ്പോൾ പാലക്കാടും തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഇത്തരത്തിലുള്ളൊരു നീക്കം LDF നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് UDFന്റെ ശക്തമായിട്ടുള്ള പ്രതികരണം. ഗോകുൽ, നിഖിൽ, ഇത് സംബന്ധിച്ച ഈ പുതിയ സാഹചര്യത്തിൽ ഈ പത്രപരസ്യത്തിന് അനുമതി പോലും വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് LDF പ്രചരണ സംവിധാനത്തിന്റെ കൂടി വലിയ വീഴ്ചയാണ്, അല്ലെങ്കിൽ അത് ബോധപൂർവം ചെയ്തതാണ്. എന്തു തന്നെയായാലും ഇതിലൊരു കൃത്യമായ വിശദീകരണം നൽകാൻ CPM നേതൃത്വത്തിന്, LDF നേതൃത്വത്തിന് സാധിക്കുന്നുണ്ടോ? നമ്മൾ തീർച്ചയായിട്ടും അവരുടെയൊക്കെ പ്രതികരണങ്ങൾ ഉടനെ തേടുന്നുണ്ട്. ഗോകുൽ, അതായത് നമ്മൾ ഇന്ന് രാവിലെ ഈ പത്രപരസ്യം പുറത്തു വന്നതിന് പിന്നാലെ AK ബാലനെയും അതോടൊപ്പം തന്നെ ഡോക്ടർ P സരിനെയും CPM ജില്ലാ സെക്രട്ടറിയും ഒക്കെ കണ്ടപ്പോൾ, MP രാജേഷിനെ ഒക്കെ കണ്ടപ്പോൾ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ്. അതായത് ഇതെല്ലാ പത്രങ്ങളിലും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാ പത്രങ്ങൾക്കും നൽകിയിട്ടുള്ള പരസ്യമാണ്. ഏതെങ്കിലും 2 പത്രങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ല പരസ്യം നൽകിയത്. എന്തിനാണ് അങ്ങനെ 2 പത്രങ്ങളിൽ വന്ന വാർത്തയെ മാത്രം എടുത്തുകൊണ്ട് ഇതൊരു വലിയ വിവാദമാക്കുന്നത് എന്നുള്ളതാണ് അവർ ചോദിച്ചത്. ഒരല്പം കൂടി കടത്തി TP രാമകൃഷ്ണൻ ചോദിച്ചത് ചിലപ്പോൾ
ചിലപ്പോൾ ഈ ഓരോ പത്രങ്ങൾക്കും പരസ്യത്തിന്റെ വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ചില പത്രങ്ങളിൽ പരസ്യം നൽകാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല എന്നുള്ള തരത്തിൽ വളരെ ലാഘവത്തോടു കൂടിയുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത്. ആ ലാഘവത്തോടു കൂടിയുള്ള ഇടപെടലിനപ്പുറം ഇതിൽ ചില വിഷയങ്ങളുണ്ട്, ചില ഗൗരവപരമായിട്ടുള്ള പരാമർശങ്ങളുണ്ട്. അത് തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസം അത് പുറത്തു വരുമ്പോഴാണ് അത് എത്രത്തോളം ഗൗരവകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും കോൺഗ്രസ് ഈ വിഷയത്തിൽ നിന്ന് പുറകോട്ടില്ല. അവർ രാവിലെ തന്നെ പറയുന്നത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലുള്ള ഒരു പരസ്യത്തിന് അനുമതി നൽകാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ പുറകോട്ടില്ല, ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അവർ വ്യക്തമാക്കുന്നതും. ഗോകുൽ.